നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഈ സ്ത്രീയെക്കുറിച്ച് അവരെങ്ങനെ അവിടെ എത്തിയെന്നുള്ളതിനെ കുറിച്ച് സ്വാഭാവികമായി ആ ഭാഗത്തൊരു കുഴിയൊക്കെ എടുക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അടയാളങ്ങളോ എന്തെങ്കിലും സൂചനകളൊക്കെ അവർക്ക് തൊട്ടൽപ്പക്കത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മുൻപ് കേട്ടതോ കണ്ടതോ ഒക്കെ ആയ സൂചനകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അയൽവാസികളോ ബന്ധുക്കളോ ഒക്കെ പറയുന്നുണ്ടോ? സൈഫുദ്ദീൻ, അയൽവാസികളോട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ താമസിച്ചിരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തന്നെ 2 തരം പേരുകൾ തന്നെ പറയുന്നു. ജിതിൻ എന്നും നിതിൻ എന്നും മാത്യൂസ് എന്നൊക്കെ പേര് പറയുന്നത്. കാരണം നാട്ടുകാരുമായി അത്ര കൂടുതൽ ബന്ധമൊന്നുമുള്ള ആളായിരുന്നില്ല. പക്ഷെ 10-ാം തീയതിക്ക് ശേഷം ഇവിടെ ആരുമില്ല, കാണാനില്ല എന്നൊരു കാര്യം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്. പക്ഷേ ഈ എന്താണ് അവസ്ഥ? നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ച് വല്ലതും അറിയോ? അവര് എവിടെ നേരത്തെ വെച്ചാൽ ഈ വീട്ടുകാർ വിൽസൺ എന്ന് പറയുന്ന ഒരാളാണ് പഴമ്പാശ്ശേരി. എനിക്ക് 2 പെൺമക്കളാണ്. 2പേരും വിവാഹം കഴിച്ച് വിട്ടു. മൂത്ത ആള് ആലപ്പുഴ എവിടെയാണ് താമസിക്കുന്നത്. 2ാമത്തെ ആള് തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ. ഇതിന്റെ ഓണർ ഇവരങ്ങ് മാറിക്കഴിഞ്ഞിട്ടാണ് ഇത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആരാണെന്നുള്ളത് അതിന്റെ കുറച്ച് വ്യക്തത ഇല്ല. പിന്നെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണ് അല്ലേ? അതെ. ഇവിടെ താമസിച്ചിരുന്ന ആരാ? ജിതിൻ എന്ന് പറയും. ജിതിൻ. ഇതെന്താണ് പേര്? ആരൊക്കെ ഉണ്ടായിരുന്നവര്? അവർ 2 പേര്, ഭാര്യയും ഭർത്താവും. ഒരു 10-ാം തീയതിക്ക് ശേഷം ഇല്ല ഇവിടെ? കണ്ടിട്ടില്ല. നിങ്ങളോട്ട് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഇവിടെ ആൾക്കാരോട് സംസാരമൊന്നും ഇല്ല. ആളുകൊണ്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കും? ഇപ്പൊ 1 വർഷത്തിന് മുകളിൽ ജോലി അങ്ങനത്തെ? കൽപ്പണി പിന്നെ വള്ളത്തിൽ പോകുമായിരുന്നു. ഇവിടെ ഒരു സ്ത്രീ വരികയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ നേരത്തെ ഇങ്ങനെ വന്നിരുന്നതായിട്ട്? ഇല്ല ഇല്ല. ജിതിൻ ഇപ്പോഴും ഇവിടെ ഇല്ല? എവിടെയാണെന്നറിയില്ല, ഇവിടെ ഇല്ല. ഈ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു വ്യക്തമായ വിവരമില്ല? ഇല്ല, ഇവരവിടെ കാട്ടൂര് പ്രദേശത്താണ് താമസിക്കണമെന്ന് അറിയാം. സംസാരിച്ചിട്ടൊക്കെ ഉണ്ടോ നിങ്ങൾ ഇവർ? ഇല്ല, അങ്ങനെ സംസാരിച്ചിട്ടില്ല. ആളെ അറിയാന്നേ ഉള്ളൂ, കണ്ടുള്ള അറിവ് മാത്രം. ഈ സംഭവം അറിയുമ്പോഴാണ് നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നത്? അതെ അതെ. ഇങ്ങനെ ഒരാളെ കൊന്നു കുഴിച്ചു മൂടി എന്ന് ഈ പരിസരത്തുള്ള നിങ്ങൾ അറിയുമ്പോൾ ആകെപ്പാട് ഞെട്ടുന്നു. പിന്നെ ഞെട്ടലുണ്ടാകില്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു സംഭവം ഇതുവരെങ്കിലും ഉണ്ടായിട്ടില്ല. ഇതാദ്യമാണ് ഉണ്ടാകുന്നത്. ഇതിനോട്ടൊരു പരിചയമില്ല? ഇല്ല, അറിയാം, കണ്ടിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഇല്ല, പരിചയങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവരെ ഇവിടെ വന്നിട്ട് ആൾക്കാരുമായിട്ട് അങ്ങനെ വലിയ സമ്പർക്കവും കാര്യങ്ങളൊന്നും ഇല്ല. ഈ കഴിഞ്ഞ 10-ാം തീയതിക്ക് ശേഷമാണ് ഇവരെ ഇവിടെ ഇല്ലാതാവുന്നത്? അതെ അതെ. ഈ വീട് അടഞ്ഞു കിടക്കുകയാണ്? ഇവിടെ അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പുറത്ത് വീടുണ്ട്, അവർക്ക് അറിയാം. ഈ വീട് അടഞ്ഞിടക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റത്തില്ല, ഇവിടെ അടഞ്ഞിടക്കണം. സൈഫുദ്ദീൻ, അതാണ് കാരണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ജിതിൻ ആരാണ്, എവിടെ നിന്ന് വന്നു എന്നൊക്കെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ വിവരമില്ല. ഇവിടെ കൂലിപ്പണിക്കൊക്കെ പോകും, ഇവിടെ തൊട്ടടുത്ത തീരദേശമാണ്, അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന കാര്യങ്ങൾക്കൊക്കെ പോകും എന്നതിനപ്പുറത്തേക്ക് ഒരു വിവരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ കാണാനില്ല. കഴിഞ്ഞ 1 കൊല്ലത്തിലേറെയായി ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാൾ, അതായത് ഈ 10-ാം തീയതിക്ക് ശേഷം ഈ സംഭവത്തിന് ശേഷമാണ് ഇവരെ കാണാനില്ലാത്ത ഒരു അവസ്ഥ ഉള്ളത്. ആ ഒരു രീതിയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ പോലീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ, കാരണം മഴ പെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. കാരണം ഇത് ടാർപ്പാളിൻ കെട്ടി മറിച്ച് സൈഡ് കെട്ടിമറിച്ചതിന് ശേഷം മൃതദേഹം പൂർണ്ണമായും പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമമാണിപ്പോൾ പോലീസ് നടത്തുന്നത്. സൈഫുദ്ദീൻ, ശരി, നാട്ടുകാരുടെ പ്രദേശവാസികളുടെ പ്രതികരണം കൂടിയാണ് നമ്മൾ കണ്ടത്. ജിതിനെ കുറിച്ച്, വാടക വീട്ടിൽ താമസിച്ചിരുന്ന 2 പേരെ കുറിച്ച് നാട്ടുകാർക്കോ പ്രദേശവാസികൾക്കോ അയൽവാസികൾക്കോ ഒന്നും കൃത്യമായ വിവരങ്ങളില്ല എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും ഈ സമയം അവരവിടെ ഇല്ല താനും.